നമസ്കാരം. NCERT പുസ്തകത്തിലെ ദ്വീപുകൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ദ്വീപുകൾ എന്ന പോർഷനിലോട്ട് പോകാം. ഇന്ത്യയിൽ 2 പ്രധാന ദ്വീപസമൂഹങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ 2 പ്രധാന ദ്വീപസമൂഹങ്ങളാണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, പിന്നെ ലക്ഷദ്വീപ്. ഈ 2 ദ്വീപുമാണ് ഇന്ത്യയുടെ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ പറ്റി പഠിക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്നു. അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 572 ദ്വീപുകൾ ഉണ്ട്. 572 ദ്വീപുകളും ചെറുദ്വീപുകളും ഉൾപ്പെടെ 572 ദ്വീപുകളുണ്ട്. ദ്വീപുകളും ചെറുദ്വീപുകളും ഉൾപ്പെടെ 572 ദ്വീപുകളുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ എത്ര ദ്വീപുകളുണ്ട്? 572. ഇനി ഉൾപ്പെടുന്ന അക്ഷാംശം 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെയാണ് അക്ഷാംശം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടുന്ന അക്ഷാംശം 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് വരെ. 6 ഡിഗ്രി നോർത്ത്, 14 ഡിഗ്രി നോർത്ത്. ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടുന്ന അക്ഷാംശമാണ് 6 ഡിഗ്രി നോർത്ത്, 14 ഡിഗ്രി നോർത്ത്. 572 ദ്വീപുകളുണ്ട്. 6 ഡിഗ്രി നോർത്ത്, 14 ഡിഗ്രി നോർത്ത് അക്ഷാംശങ്ങൾക്കിടയിലാണ് ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത്. ഉൾപ്പെടുന്ന രേഖാംശമാണ് 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. അപ്പോൾ 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. അക്ഷാംശം 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശം. രേഖാംശമാണ് 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. 572 ദ്വീപുകളുണ്ട്. 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് വരെയാണ് ആൻഡമാൻ നിക്കോബാറിന്റെ അക്ഷാംശം. 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ ഉൾപ്പെടുന്ന രേഖാംശവും ഉൾപ്പെടുന്നു. 2 ദ്വീപുകൾ, 2 ചെറിയ ദ്വീപ സമൂഹങ്ങൾ ഈ ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ്. റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ് എന്നീ ചെറു ദ്വീപുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ. റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ്. റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ്. 572 ദ്വീപുകളും ചെറുദ്വീപുകൾ ഉൾപ്പെടുന്നു. അക്ഷാംശം ചോദിച്ചാൽ 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത്. രേഖാംശം ചോദിച്ചാൽ 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക്. റിച്ചീസ് ദ്വീപും ലാബ്രിന്ത് ദ്വീപും ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്ന ദ്വീപുകളാണ്. ഇനി ദ്വീപ സമൂഹത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. വടക്ക് ആൻഡമാൻ ദ്വീപും തെക്ക് നിക്കോബാർ ദ്വീപും. വടക്ക് ആൻഡമാൻ ദ്വീപും തെക്ക് നിക്കോബാർ ദ്വീപും. അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സുനാമി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സുനാമി 2024 ഡിസംബർ 6-ന് നടന്നായിരുന്നു. അപ്പൊ 2024 ഡിസംബർ 26-ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അനുഭവപ്പെട്ട വിനാശകരമായ പ്രകൃതി ദുരന്തമാണ് സുനാമി. അപ്പൊ സുനാമി അടിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ എന്നാണ് 2004 ഡിസംബർ 26. അപ്പൊ 2004 ഡിസംബർ 26. അപ്പൊ 572 ചെറുദ്വീപുകളും ദ്വീപസമൂഹങ്ങളും ഈ ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്നു. അക്ഷാംശം 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് വരെ. രേഖാംശം 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ് എവിടെ കാണപ്പെടുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. സുനാമി അടിച്ചിട്ടുണ്ട് 2004 ഡിസംബർ 26. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 572 ദ്വീപുകളും ഉൾപ്പെടുന്നു. 572. 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് ഉൾപ്പെടുന്ന അക്ഷാംശം. 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെയുള്ള രേഖാംശം. റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ് ഈ ചെറുദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കാണപ്പെടുന്നു. 2004 ഡിസംബർ 26-ന് സുനാമി കാരണം വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തുയിലർ ഇത് ഇത്ര ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കാണപ്പെടുന്ന പ്രധാന പർവ്വത കൊടുമുടികളാണ്. ഏതൊക്കെ കൊടുമുടികളാണ് ആൻഡമാൻ നിക്കോബാറിൽ കാണുന്നത്? സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ,
സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. സാഡിൽ, ദയവാളോ, കോയാബ്, തൂയിലർ. ഇത്രയും കൊടുമുടികൾ ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. 572 ദ്വീപ്, 6 ഡിഗ്രി നോർത്ത്, 14 ഡിഗ്രി നോർത്ത്, അക്ഷാംശം 92 ഡിഗ്രി ഈസ്റ്റ്, 94 ഡിഗ്രി ഈസ്റ്റ്, രേഖാംശം റിച്ചീസ്, ലാബ്രിന്ത്, ചെറുദ്വീപുകൾ. 2004 ഡിസംബർ 26 സുനാമി. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. ഇത്തരം കൊടുമുടികൾ ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്നു. തീരപ്രദേശങ്ങൾ, പൗരപ്പുറ്റുകൾ അടങ്ങിയ മനോഹരമായ കടൽപ്പുറങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പോൾ തീരപ്രദേശങ്ങൾ, പൗരപ്പുറ്റുകൾ, മനോഹരമായ കടൽപ്പുറങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ പൗരപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ദ്വീപുകളിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ, അപ്പോൾ ഈ ദ്വീപുകളിൽ ലഭിക്കുന്ന സംവഹന വൃഷ്ടിയാണ് ലഭിക്കുന്നതെന്ന് ഓർക്കണം. സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ സസ്യജാലങ്ങൾ വളരുന്നു. ഉഷ്ണമേഖല സസ്യജാലങ്ങളാണ് കൂടുതലും വളരുന്നത്. സംവഹന വൃഷ്ടിയാണ് കൂടുതലും. അപ്പൊ ഈ ദ്വീപുകളിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല സസ്യജാലങ്ങൾ വളരുന്നു. അപ്പൊ സംവഹന വൃഷ്ടി, ഉഷ്ണമേഖല സസ്യജാലങ്ങൾ ആൻഡമാൻ നിക്കോബാറിൽ ലഭിക്കുന്നുണ്ട്. അപ്പം സംവഹന വൃഷ്ടിയിലൂടെയാണ് ഉഷ്ണമേഖല സസ്യജാലങ്ങൾ വളരുന്നത്. സംവഹന വൃഷ്ടിയിലൂടെ ഉഷ്ണമേഖല സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. 10 ഡിഗ്രി ചാനൽ, ആൻഡമാനും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാനും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 10 ഡിഗ്രി ചാനൽ. ഏതൊക്കെയാണ് ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്ന പർവ്വത കൊടുമുടികൾ? സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. സാഡില്, ദയവാളോ, കോയാബ്, തൂയിലർ. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. ആൻഡമാനും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ 10 ഡിഗ്രി ചാനൽ. ഈ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ഈ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വത നിരകളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വജന്യമാണ്. അപ്പൊ ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണോ? ആണ്. അപ്പൊ ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് ചെറുദ്വീപുകൾ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നു. ഈ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചില ദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ബാരൻ ദ്വീപ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ബാരൻ ദ്വീപ്. ഇത്രയുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി NCERT-യിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ. ഒന്നുകൂടെ പറയാം. അപ്പം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നു ആൻഡമാൻ നിക്കോബാറിൽ? 572 ദ്വീപുകൾ കാണപ്പെടുന്നു. ചെറുതും വലുതുമായ 572 ദ്വീപുകൾ. എത്രയാണ് ആൻഡമാൻ നിക്കോബാറിലെ അക്ഷാംശം? 6 ഡിഗ്രി നോർത്ത് മുതൽ 14 ഡിഗ്രി നോർത്ത് വരെ. 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെയാണ് അക്ഷാംശം, ആൻഡമാൻ നിക്കോബാറിന്റെ അക്ഷാംശം. ആൻഡമാൻ നിക്കോബാറിന്റെ രേഖാംശ വ്യാപ്തി 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. അപ്പൊ 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ. റിച്ചീസ്, ലാബ്രിന്ത് ദ്വീപുകൾ കാണപ്പെടുന്നത് ഇവിടെ എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ. അപ്പൊ റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപ് NCERT പോയിന്റ് ആണ് എല്ലാം. അപ്പം റിച്ചീസ് ദ്വീപ്, ലാബ്രിന്ത് ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്നു. സുനാമി ഉണ്ടായതെന്ന്? 2004 ഡിസംബർ 26 ആൻഡമാൻ നിക്കോബാറിൽ ഉണ്ടായ പ്രകൃതി ദുരന്തമാണ് സുനാമി. 2004 ഡിസംബർ 26. അപ്പം ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെ? സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. സാഡിൽ കൊടുമുടി, മൗണ്ട് ദയവാളോ, മൗണ്ട് കോയാബ്, മൗണ്ട് തൂയിലർ. ഇത്രയുമാണ് ആൻഡമാൻ നിക്കോബാറിലെ കൊടുമുടികൾ. ആൻഡമാനെ നിക്കോബാറിനെ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. അപ്പൊ ഏത് ചാനലാണ് ആൻഡമാനെ നിക്കോബാറിനെ വേർതിരിക്കുന്നത്? 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാറിലെ സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആൻഡമാൻ നിക്കോബാറിലെ സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപ്
നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം സംവഹന വൃഷ്ടി അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സംവഹന വൃഷ്ടിയുടെ ഫലമായിട്ട് ഉഷ്ണമേഖലാ സസ്യജാലങ്ങളാണ് അവിടെ വളരുന്നത്. അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ സസ്യജാലങ്ങളാണ് വളരുന്നത്. അപ്പൊ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല സസ്യജാലങ്ങളാണ് ആൻഡമാൻ നിക്കോബാറിൽ വളരുന്നത്. ഉഷ്ണമേഖല സസ്യജാലങ്ങൾ സംവഹന വൃഷ്ടി ലഭിക്കുന്നു. അതിന്റെ ഫലമായി ഉഷ്ണമേഖല സസ്യജാലങ്ങൾ വളരുന്നു. പിന്നെ ചെറുദ്വീപുകളിലും അഗ്നിപർവ്വതജന്യമാണ്. അപ്പൊ ചെറുദ്വീപുകൾ ആൻഡമാൻ നിക്കോബാറിന്റെ ചെറുദ്വീപുകളിൽ കൂടുതലും അഗ്നിപർവ്വതജന്യമാണ്. ഇനി അടുത്തത് ലക്ഷദ്വീപിലേക്ക് പോകാം. ഇനി ലക്ഷദ്വീപ് അറബിക്കടലിൽ ഉൾപ്പെടുന്ന പ്രധാന ദ്വീപുകളാണ് ലക്ഷദ്വീപും മിനിക്കോയും. അപ്പൊ ലക്ഷദ്വീപും മിനിക്കോയും അറബിക്കടലിൽ ഉൾപ്പെടുന്ന ദ്വീപുകളാണ്. ലക്ഷദ്വീപും മിനിക്കോയും. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപും ലക്ഷദ്വീപും കാണപ്പെടുന്നത് അറബിക്കടലിലാണ്. ഇനി ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന അക്ഷാംശമാണ് 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ. 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ. ഇപ്പൊ 8 ഡിഗ്രി ടു 12 ഡിഗ്രി വടക്കിലാണ് ലക്ഷദ്വീപ് കാണപ്പെടുന്നത്. 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെയാണ് ലക്ഷദ്വീപ് കാണപ്പെടുന്നത്. ഇനി അക്ഷാംശം ലക്ഷദ്വീപിന്റെ അക്ഷാംശ വ്യാപ്തിയാണ് 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ. ലക്ഷദ്വീപിന്റെ അക്ഷാംശം 8 ഡിഗ്രി ടു 12 ഡിഗ്രി നോർത്ത്. ഇനി ലക്ഷദ്വീപിന്റെ രേഖാംശ വ്യാപ്തി 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെ. 71 ടു 74. അപ്പൊ 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെ. അപ്പം ഈ ലക്ഷദ്വീപിന്റെ അക്ഷാംശ വ്യാപ്തി എത്രയെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി നോർത്ത് മുതൽ 12 ഡിഗ്രി നോർത്ത് വരെ അക്ഷാംശ വ്യാപ്തി. ഇനി രേഖാംശ വ്യാപ്തി ചോദിച്ചാൽ 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെ. ഈ അക്ഷാംശങ്ങൾക്ക് രേഖാംശങ്ങൾക്കും ഇടയിലായി ഈ ദ്വീപുകൾ ചിതറിയാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങും ഇങ്ങുമായിട്ടാണ് ലക്ഷദ്വീപ് കിടക്കുന്നത്. അപ്പൊ ലക്ഷദ്വീപ് മിനിക്കോയി അറബിക്കടലിൽ ഉൾപ്പെടുന്നു. ലക്ഷദ്വീപിന്റെ അക്ഷാംശം 8 ഡിഗ്രി നോർത്ത് മുതൽ 12 ഡിഗ്രി നോർത്ത് വരെ. ലക്ഷദ്വീപിന്റെ രേഖാംശം 71 ഡിഗ്രി ഈസ്റ്റ് മുതൽ 74 ഡിഗ്രി ഈസ്റ്റ് വരെ. അപ്പൊ ഇതും മുഴുവൻ ദ്വീപസമൂഹങ്ങളും പൗരപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. അപ്പൊ ലക്ഷദ്വീപിലെ മുഴുവൻ ദ്വീപസമൂഹങ്ങളും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളുണ്ട്. ലക്ഷദ്വീപിൽ 36 ദ്വീപുകളുണ്ട്. ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 11. അപ്പം 36 ദ്വീപുകളുണ്ട്. അതിൽ ജനവാസമുള്ളത് 11 ദ്വീപുകളിലാണ്. അപ്പം ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനലാണ് 11 ഡിഗ്രി ചാനൽ. അപ്പൊ ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനലാണ് 11 ഡിഗ്രി ചാനൽ. 11 ഡിഗ്രി ചാനലിന് തെക്കുള്ളവ അറിയപ്പെടുന്നത് കാനന്നൂർ ദ്വീപ്. അപ്പൊ 11 ഡിഗ്രി ചാനലാണ് ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനൽ. 11 ഡിഗ്രി ചാനൽ തെക്കുള്ളവ അറിയപ്പെടുന്നത് കാനന്നൂർ ദ്വീപ്. 11 ഡിഗ്രിക്ക് വടക്കുള്ളവ അറിയപ്പെടുന്നത് അമിനി ദ്വീപ്. അപ്പൊ അമിനി ദ്വീപ് വടക്ക്, തെക്കാണെങ്കിൽ കാനന്നൂർ ദ്വീപ്. 11 ഡിഗ്രിയാണ് ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനൽ. 11 ഡിഗ്രി ചാനലിന് വടക്കുള്ളവ അറിയപ്പെടുന്നത് അമിനി ദ്വീപ്. 11 ഡിഗ്രി ചാനലിന് തെക്കുള്ളവ അറിയപ്പെടുന്നത് കാനന്നൂർ ദ്വീപ്. ഈ ദ്വീപസമൂഹത്തിലുള്ള ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിൽ ചരലുകൾ, മിനുസമുള്ള ചെറിയ കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ എന്നിവ അടങ്ങിയ വേർതിരിക്കപ്പെടാത്തതും കാറ്റ് രൂപപ്പെടുത്തിയതുമായ കടൽപ്പുറങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഈ ദ്വീപസമൂഹത്തിന്റെ ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിൽ ചരലുകൾ, മിനുസമുള്ള ചെറിയ കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ തുടങ്ങിയ വേർതിരിക്കപ്പെടാത്തതും കാറ്റ് രൂപപ്പെടുത്തിയതുമായ കടൽപ്പുറങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം ലക്ഷദ്വീപിനെ പറ്റി. ലക്ഷദ്വീപിൽ ഉൾപ്പെടുന്ന ലക്ഷദ്വീപ്, മിനിക്കോയ് എന്നീ ദ്വീപുകൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന അക്ഷാംശമാണ് 8 ഡിഗ്രി നോർത്ത് മുതൽ 12 ഡിഗ്രി നോർത്ത് വരെ. ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന രേഖാംശം 71 ഡിഗ്രി കിഴക്ക് മുതൽ 74 ഡിഗ്രി കിഴക്ക് വരെ. ഈ ദ്വീപുകൾ ഈ അക്ഷാംശങ്ങൾക്കിടയിൽ ചിതറിയാണ് കിടക്കുന്നത്. ഈ മുഴുവൻ ദ്വീപസമൂഹങ്ങളും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ലക്ഷദ്വീപിലെ ഏകദേശം ദ്വീപുകളുടെ എണ്ണം 36 ദ്വീപുകളുണ്ട്. 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ്. പക്ഷേ ഗവൺമെന്റ് സൈറ്റുകൾ പ്രകാരം ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്.
ഇപ്പൊ ഗവൺമെന്റ് സൈറ്റുകളിൽ ആന്ത്രോത്താണ് വലിയ ദ്വീപ് എന്ന് പറയുന്നു. അപ്പം ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോയിയാണ്. ഗവൺമെന്റ് സൈറ്റുകളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ആന്ത്രോത്താണ്. ആന്ത്രോത്ത്, മിനിക്കോയ്, ഈ ദ്വീപുകളാണ് വലുത്. PSCയുടെ ആൻസർ ആന്ത്രോത്ത് എന്നാണ്. ആന്ത്രോത്ത് എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനൽ 11 ഡിഗ്രി ചാനൽ. ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനൽ 11 ഡിഗ്രി ചാനൽ. ഈ 11 ഡിഗ്രി ചാനലിന് വടക്കുള്ളവ അറിയപ്പെടുന്നത് അമിനി ദ്വീപ്. 11 ഡിഗ്രിക്ക് തെക്കുള്ള ദ്വീപുകളെ അറിയപ്പെടുന്നത് കാനന്നൂർ ദ്വീപ്. ഇത്രയേ ഉള്ളൂ ആൻഡമാനും ലക്ഷദ്വീപിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ. നന്ദി.